ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ആണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള ഈ കരാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഉടമ്പടികളിലൊന്നാണ്. ഇതെങ്ങനെയാണ് ആഗോള സമൂഹത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഭാവിയെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. സംഘർഷത്തിലല്ല, സഹകരണത്തിലാണ് മാനവരാശിയുടെ ഭാവി എന്ന വലിയ സന്ദേശം കൂടിയാണ് ഈ കരാർ നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക വ്യവസ്ഥ എന്ന അവസ്ഥയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിലെ ഏറ്റവും പ്രതിഭാസമ്പന്നമായ യുവതലമുറയുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമായ ഇന്ത്യക്ക് ഈ കരാർ നടപ്പാകുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ, അതെങ്ങനെ മാനവരാശിക്ക് പ്രയോജനം ചെയ്യും എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. ഷാബു എക്സ്പ്ലെയിൻസ് എന്ന ഈ എക്സ്പ്ലെയിനർ ചാനലിലെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസ് കോർണർ സ്വീകരിച്ചതുപോലെ ഈ ചാനലും സ്വീകരിക്കണമെന്നും നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. ജിയോ പൊളിറ്റിക്സ്, ഫിനാൻസ്, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ വിഷയങ്ങളാണ് ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഇഷ്ടമുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്തുമൊക്കെ പിന്തുണയ്ക്കുക. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ലോക വ്യാപാര രംഗത്ത് ഏറെ നിർണായകമായ ഈ കരാറിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തിരി ചരിത്രം പറയാനുണ്ട്. അലക്സാണ്ടർ മുതൽ ബ്രിട്ടീഷുകാർ വരെ ആയിരക്കണക്കിന് വർഷങ്ങൾ അനേകം അധിനിവേശ ശക്തികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് യൂറോപ്പിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് എത്തുക എന്നത് ഏറെ വിഷമം പിടിച്ച കാര്യമാണ്. എന്നിട്ടും കരവഴിയും കടൽ കടന്നും ഏറെ ബുദ്ധിമുട്ടി ഇവരെല്ലാം എന്തുകൊണ്ടാവും ഇന്ത്യയെ തേടി വന്നത്? ഇന്ത്യയെ തേടിയുള്ള യാത്രയിലാണ് കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്തിയത്. ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവിടുത്തെ ആദിമനിവാസികൾക്ക് റെഡ് ഇന്ത്യൻസ് എന്ന് പേരിട്ടത് എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. ചരിത്രാതീത കാലം മുതൽ ഇന്ത്യ സംസ്കാരം കൊണ്ടും പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും കാലാവസ്ഥ കൊണ്ടും എല്ലാം സമൃദ്ധമായ നാടായിരുന്നു. തെക്ക് ഭാഗത്ത് ദക്ഷിണധ്രുവം വരെ ആയിരക്കണക്കിന് കിലോമീറ്റർ നീണ്ടു പരന്നു കിടക്കുന്ന സമുദ്രമുള്ള മറ്റൊരു ഭൂവിഭാഗവും ലോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അതീവ കൃത്യതയോടെ മൺസൂൺ ഇവിടെ പെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നദികൾ നിറഞ്ഞൊഴുകുന്നത്. അതുപോലെ വടക്ക് ഹിമാലയ സാനുക്കൾ അതിരിടുന്നത് കൊണ്ട് അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ എല്ലാ സീസണിലും വെള്ളമുണ്ടാകും. മൂന്ന് വശവും സമുദ്രമായതിനാൽ കടൽ വിഭവങ്ങളും ഏറെയുണ്ട്. ഇങ്ങനെ അനുഗ്രഹീതമായൊരു പ്രദേശമായതിനാലാണ് ഇവിടം സമ്പന്നമായിരുന്നത്. പ്രകൃതി വിഭവങ്ങൾ പരിമിതമായ പ്രവചനാതീതമായ കാലാവസ്ഥയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അവരുടെ രാജ്യങ്ങൾക്ക് പുറത്തു പോയേ പറ്റൂ എന്ന അവസ്ഥയിലാണ് അവർ ജീവൻ പണയം വെച്ചും കടലാഴങ്ങൾ താണ്ടി പുതിയ ഭൂഖണ്ഡങ്ങളിലേക്ക് തുഴഞ്ഞെത്തിയത്. അറേബ്യയുടെയും ഈജിപ്തിൻ്റെയും യൂറോപ്പിൻ്റെയും ഒക്കെ ഇന്ത്യയുമായുള്ള വ്യാപാര ചരിത്രത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കവും പാരമ്പര്യവുമുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന 17-ാം നൂറ്റാണ്ട് വരെ ലോക വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 35% കൈകാര്യം ചെയ്തിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കച്ചവടമായിരുന്നു. നൂറ്റാണ്ടുകൾ നീണ്ട അധിനിവേശം, ഇവിടുത്തെ പല വിധത്തിലുള്ള സോഷ്യോ കൾച്ചറൽ വിവേചനങ്ങൾ, വ്യാവസായിക വിപ്ലവത്തിന് ശേഷം യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ടായ ശാസ്ത്ര സാങ്കേതിക പുരോഗതി എല്ലാം ക്രമേണ ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാമമാത്രമാക്കി. 20-ാം നൂറ്റാണ്ടിലെ 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ് മാറിമറിഞ്ഞ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അമേരിക്ക, റഷ്യ എന്നീ 2 വൻശക്തികളുടെ സ്വാധീനത്തിലായി. 2-ാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ചെങ്കിലും സാമ്പത്തികമായി അമ്പേ തകർന്നടിഞ്ഞ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയും സഹായവും സംരക്ഷണവും ആവശ്യമായിരുന്നു. അതുപോലെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയനുമായും അടുത്തു. അങ്ങനെ പതിറ്റാണ്ടുകളോളം ലോകം 2 ചേരികളിലായി നിന്ന് നടന്ന കോൾഡ് വാർ അഥവാ ശീതയുദ്ധത്തിൻ്റെ നിഴലിൽ കൂടിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതി കടന്നുപോയത്. ഈ അവസ്ഥയിൽ ചേരിചേരാ നയം സ്വീകരിച്ചുവെങ്കിലും ഫലത്തിൽ ഇന്ത്യ സോവിയറ്റ് ചേരിയിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ സായുധ സേനയുടെ ആയുധങ്ങളിൽ ഏറിയ പങ്കും റഷ്യയിൽ നിന്നും ആയത്. മികച്ച ജനാധിപത്യവും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയും എല്ലാം ഉണ്ടായിരുന്ന അമേരിക്കയിൽ നിന്നും അതുപോലെ യൂറോപ്പുമായുമൊക്കെ നല്ല സാങ്കേതിക വിദ്യകളും വ്യാപാരവും വലിയ സാമ്പത്തിക ഉടമ്പടികളുമൊക്കെ നടക്കാതിരുന്നത് ഇന്ത്യയുടെ സോവിയറ്റ് ചായ്വ് കാരണമായിരുന്നു. അതിലൂടെ നമ്മുടെ വ്യാപാര സാങ്കേതിക സാമ്പത്തിക മേഖലയ്ക്ക് ഒരുപാട് അവസരങ്ങളും അനേകം പതിറ്റാണ്ടുകളും നഷ്ടപ്പെട്ടു എന്നതൊരു വാസ്തവമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, MT വാസുദേവൻ നായരുടെ 1991 ഇറങ്ങിയ ഒരു കഥയുണ്ട്, ഷെർലക്.
അമേരിക്കയിലെത്തിയ ഒരു മലയാളി ചെറുപ്പക്കാരൻ്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളുമാണ് അതിൻ്റെ ഇതിവൃത്തം. അതിൽ കാർഡിട്ട് കാശെടുക്കുന്ന അത്ഭുതം, സൂപ്പർ മാർക്കറ്റുകൾ എന്ന അത്ഭുത ലോകം, വയറില്ലാതെ കൈകളിൽ കൊണ്ടു നടക്കാവുന്ന ഫോൺ ഒക്കെ വലിയ അതിശയമായി വിവരിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയും യൂറോപ്പുമൊക്കെ നവലോകത്തിന് അനുയോജ്യമായ വ്യാപാര സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ചു മുന്നേറിയപ്പോൾ ഇന്ത്യ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കിതച്ചോടുകയായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകരുന്നതും ഇന്ത്യയിൽ പുതിയ ഉദാരവൽക്കരണത്തിലൂടെ നമ്മുടെ ജാലകങ്ങൾ തുറന്നിടുന്നതും 1991-ലാണ്. അതിനുശേഷം ചരിത്രം കുതിച്ചൊഴുകിയത് ഉദാരവൽക്കരണം വെട്ടിത്തെളിച്ച ചാലുകളിലൂടെയാണ്. പൊതുമേഖലയോടൊപ്പം സ്വകാര്യ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം കൈവന്നു. ട്രാൻസ്പോർട്ട്, ഏവിയേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഷുറൻസ്, ബാങ്കിംഗ്, തുറമുഖം, ലോജിസ്റ്റിക്സ്, ഖനനം തുടങ്ങി ഏതാണ്ട് സമസ്ത മേഖലകളിലും സ്വകാര്യ മുതൽമുടക്കുകൾ വന്നു. രാജ്യത്തെ തൊഴിലവസരങ്ങൾ 10 മടങ്ങ് വർദ്ധിച്ചു. ജനങ്ങളുടെ വരുമാനം കൂടിയപ്പോൾ സ്പെൻഡിങ് കപ്പാസിറ്റിയും കൂടി. അങ്ങനെ മധ്യവർഗം എന്നത് രാജ്യത്തിൻ്റെ ചാലകശക്തിയായി മാറി. ഇന്ന് ഇന്ത്യയിലെ മധ്യവർഗം എന്നത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ജനസംഖ്യയേക്കാൾ അധികമാണ്. ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ, മരുന്നുകൾ, ഭക്ഷ്യവസ്തുക്കൾ എല്ലാം പാശ്ചാത്യ മാർക്കറ്റുകളിൽ വലിയ ചലനമുണ്ടാക്കി. ഈ വ്യാപാരങ്ങളിലൂടെ അനേകം വ്യവസായികൾ സമ്പന്നരായി. അതിൻ്റെ ഗുണം രാജ്യത്തിനുമുണ്ടായി. അങ്ങനെ പതിറ്റാണ്ടുകളോളം പാശ്ചാത്യ രാജ്യങ്ങളുടെ വികസനത്തിനും നേട്ടങ്ങൾക്കും മുൻപിൽ അപകർഷതാബോധത്തോടെ നിന്നിരുന്ന ഇന്ത്യയെ ലോകം ബഹുമാനത്തോടെയും തുല്യതയോടെയും കാണാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യയുടെ റോൾ നാമമാത്രമായിരുന്നു. ട്രേഡിൽ ഏറ്റവുമധികം ഉണ്ടായിരുന്നത്, ഇപ്പോഴുമുള്ളത് ടെക്സ്റ്റൈൽസ്, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവ തന്നെയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഈ നേട്ടം കൈവരിക്കണമെങ്കിൽ പുതിയ അറിവുകളുമായും ടെക്നോളജികളുമായും നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന, ഇടപെടുന്ന ഒരു എക്കോസിസ്റ്റവും സർക്കാർ നയങ്ങളും കാലങ്ങളോളം പ്രവർത്തിക്കുമ്പോഴാണ്. 2ാം ലോകമഹായുദ്ധത്തിൽ ചാരമായി പോയ ജപ്പാൻ മികച്ച അന്താരാഷ്ട്ര സഹകരണങ്ങളിലൂടെയാണ് ഒരു ടെക്നോളജി ഭീമനായി വളർന്നത്. ദക്ഷിണ കൊറിയയും അങ്ങനെ തന്നെയാണ്. 80കളിലെ നയം മാറ്റത്തിന് ശേഷം വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ പ്ലാന്റുകൾ സ്ഥാപിച്ച് നിർമ്മാണം തുടങ്ങിയതിന് ശേഷമാണ് ചൈന ഇങ്ങനെ വളർന്നത്. ഇന്ത്യയുടെ മുന്നിലുള്ള മാർഗവും ഇതുതന്നെയാണ്. ആപ്പിൾ, ഹ്യുണ്ടായി പോലുള്ള വൻ കമ്പനികൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് തുടങ്ങി ക്രമേണ അവിടെ നിന്ന് പുറത്തു വരുന്ന ഇന്ത്യയിലെ മിടുക്കന്മാർ സ്റ്റാർട്ടപ്പുകളിലൂടെ വിജയിപ്പിച്ച് മാത്രമേ നമുക്കൊരു ടെക്നോളജി ഹബ്ബാകാൻ കഴിയൂ. യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടവും ഈ രംഗത്താണ്. യൂറോപ്പിലെ വൻ ടെക് കമ്പനികൾക്ക് ഇന്ത്യയിൽ മുതൽ മുടക്കാനും മാനുഫാക്ചറിങ് നടത്താനും ഇനി ചുവപ്പ് നാടകളുടെയും സർക്കാർ നയങ്ങളുടെയും കെട്ടുപാടുകളില്ല. നമ്മുടെ IITകളിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുമൊക്കെ പുറത്തു വരുന്ന പ്രതിഭകൾക്ക് അവസരങ്ങൾ തേടി വിദേശങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. വിദേശത്ത് ലഭിക്കുന്ന അവസരങ്ങൾ അവർക്കിവിടെ തന്നെ ലഭിക്കും. ഈ കമ്പനികളിൽ വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതിലൂടെ കൂടുതൽ ചെറുപ്പക്കാർക്ക് നല്ല വരുമാനം ലഭിക്കും. ആ പണം അവർ ഇവിടെ തന്നെ ചെലവാക്കും. അത് ഇന്ത്യയുടെ എക്കണോമിയെ കൂടുതൽ വളർത്തും. ഇന്ത്യയുടെ കാർഷികോൽപ്പന്നങ്ങൾക്കും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്കും എന്നും വിദേശത്ത് നല്ല മാർക്കറ്റുണ്ട്. ഈ ഉടമ്പടിയിലൂടെ ഏതാണ്ട് 90% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും തീരുവയോ സെസ്സോ ഇല്ലാതെ യൂറോപ്യൻ മാർക്കറ്റുകളിൽ വിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഈ മേഖലയിലും വലിയ വളർച്ചയും തൊഴിലവസരങ്ങളും ഉണ്ടാകും. ഇതുവരെ 35, 40, 50% വരെയൊക്കെ സെസ്, തീരുവ ഒക്കെ, ടാരിഫൊക്കെ ഉണ്ടായിരുന്നു. ആ ടാരിഫൊക്കെയാണ് ഇല്ലാതാകുന്നത്. അതായത് ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു സാധനം എടുത്ത് തമിഴ്നാട്ടിൽ കൊണ്ട് വിൽക്കുന്ന മാതിരി, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊരു സാധനം ഇങ്ങോട്ട് വരുന്ന പോലെ അത്ര ഈസി ആയിട്ടാണ് ഇനി ട്രേഡ് നടക്കാൻ പോകുന്നത്. ഓർക്കുക, സാധാരണക്കാരൻ്റെ കയ്യിലെ പണവും അവൻ്റെ ചിലവഴിക്കൽ ശേഷിയുമാണ് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയെ വൈബ്രൻ്റ് ആക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളുടെ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ തന്നെ കാര്യം. നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ജീവിത സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. ബൈക്കിൽ പോകുന്നവൻ കാറ് വാങ്ങും, വീട് വാങ്ങും, പുതുക്കിപ്പണിയും, വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങും. ഇങ്ങനെ മിഡിൽ ക്ലാസിൻ്റെ വാങ്ങൽ ശേഷി കൂടുമ്പോൾ ഒപ്പം വളരുന്നത് ഓട്ടോമൊബൈൽ, മൊബൈൽ ഫോൺ, ഗൃഹോപകരണം തുടങ്ങി റോഡ് സൈഡിൽ പഞ്ചർ ഷോപ്പ് നടത്തുന്നവനും പെട്ടിക്കടകളും വരെയുള്ള അനേകം മേഖലകളാണ്. ഇതിലൂടെ സീറോ താരിഫിൽ ഇന്ത്യക്ക് തുറന്നു കിട്ടുന്നത് $263 ബില്യൺ എന്ന് വെച്ചാൽ $26,000 കോടി. എന്ന് വെച്ചാലോ
ഏകദേശം 25 ലക്ഷം കോടി രൂപയുടെ ടേൺ ഓവറുള്ള യൂറോപ്യൻ ടെക്സ്റ്റൈൽ മാർക്കറ്റാണ്. ഇതിൻ്റെ 10% ലഭിച്ചാൽ തന്നെ നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ച നിലവിലുള്ളതിൻ്റെ പല മടങ്ങായിരിക്കും. ഇന്ത്യ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു മേഖല ഡിഫൻസ്, പ്രതിരോധം കയറ്റുമതിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ, തേജസ് യുദ്ധവിമാനങ്ങൾ തുടങ്ങി ഇന്ത്യൻ ആയുധങ്ങൾക്ക് നല്ല വിപണിയുണ്ട്. പക്ഷേ ഇത് ഡിമാൻഡിനനുസരിച്ച് നൽകണമെങ്കിൽ കൃത്യമായ സപ്ലൈ ചെയിൻ, ടെക്നോളജി എല്ലാം വേണം. അതിനുവേണ്ടി ധാരാളം പുതിയ ടെക്നോളജികൾ നമുക്ക് ആവശ്യമുണ്ട്. വൻതോതിൽ മാനുഫാക്ചറിങ് നടക്കണം. അന്താരാഷ്ട്ര സഹകരണത്തിൽ കൂടി മാത്രമേ അത് സാധ്യമാകൂ. ഇപ്പോൾ തന്നെ ഫ്രാൻസിലെ ദസോ കമ്പനിയുമായി ചേർന്ന് 120 റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാറിൽ അടുത്ത മാസം ഒപ്പുവെക്കും. ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ വ്യോമയാന മേഖല കൂടുതൽ വൈദഗ്ധ്യം കൈവരിക്കുകയും ഭാവിയിലേക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. ഈ കരാറിൽ വെല്ലുവിളികളുമുണ്ട്. അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ താരിഫ് ഒഴിവാക്കിയതുപോലെ ഇറക്കുമതിക്കുള്ള നിയന്ത്രണങ്ങളും മാറ്റേണ്ടി വരും. ഈ കരാറിലൂടെ ധാരാളം യൂറോപ്യൻ ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തും. വലിയ വിലയുടെ വ്യത്യാസമില്ലാതെ മികച്ച ഗുണനിലവാരമുള്ള യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ സുലഭമാകുമ്പോൾ അത് തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തും എന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ ക്രിയാത്മകമായി സമീപിച്ചാൽ ഈ വെല്ലുവിളികൾ വലിയ അവസരമാണ്. യൂറോപ്യൻ പ്രോഡക്റ്റുകളുമായി മത്സരിക്കാൻ കഴിയും വിധം ഗുണനിലവാരവും മാർക്കറ്റിങ്ങും മെച്ചപ്പെടുത്താനുള്ള മികച്ച അവസരം കൂടിയാണിത്. ഇങ്ങനെയാണെങ്കിലും ഇന്ത്യൻ എക്കണോമിയുടെ നട്ടെല്ലായ കാർഷിക ക്ഷീരവിപണി ഈ കരാറിൽ തുറന്നു കൊടുത്തിട്ടില്ല. 140 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ. യൂറോപ്പിൻ്റെ ഏതാണ്ട് 50 കോടി. 600 കോടിയുള്ള ലോക ജനസംഖ്യയുടെ 1/3 ജനങ്ങൾക്കാണ് ഈ കരാറിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. ഗ്ലോബൽ GDPയുടെ 25%, ലോക വ്യാപാരത്തിൻ്റെ 1/3 ഈ കരാറിൻ്റെ പരിധിയിൽ വരുന്നു. എന്നിടത്താണ് ഈ കരാർ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണെന്ന് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് ചരിത്രപരമായ ഈ കരാർ വിശേഷിപ്പിക്കപ്പെടുന്നത്. 2007 മുതൽ ഡിസ്കഷൻ തുടരുന്ന ഈ കരാർ ഇപ്പോൾ ഒപ്പുവെക്കപ്പെടുന്ന സമയത്തിനും വലിയ പ്രാധാന്യമുണ്ട്. അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പലതരത്തിലുള്ള പക്വതയില്ലാത്ത നയവ്യതിയാനവും തീരുമാനങ്ങളും കാരണം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ലോക വ്യാപാര സാമ്പത്തിക രംഗത്ത് വൻ ശക്തിയായ അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നതൊരു വാസ്തവമാണ്. അതറിഞ്ഞുകൊണ്ട് ട്രംപ് കളിച്ച കളികളുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതല്ല. യൂറോപ്പ് തങ്ങളുടെ വരുതിയിലാണ്. അവർക്ക് തങ്ങളെ അനുസരിക്കുകയില്ലാതെ മാർഗമില്ല. ഇന്ത്യയുടെ കയറ്റുമതിയുടെ നിലനിൽപ്പ് തന്നെ അമേരിക്കയെ ആശ്രയിച്ചാണ് എന്നൊക്കെയുള്ള ധാരണയിലാണ് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേര് പറഞ്ഞുമൊക്കെ ഇന്ത്യക്ക് ട്രംപ് 50% ടാരിഫ് അടിച്ചു നൽകിയത്, യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയത്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൂടിയാണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ നടത്തിയ മാരത്തോൺ ചർച്ചകളുടെ അവസാനം ഈ ചരിത്രപരമായ തീരുമാനത്തിലേക്ക് എത്തിയത്. അമേരിക്കയുടെ മാർക്കറ്റ് ഇല്ലാതെയും ഈ ലോകത്തിന് നിലനിൽക്കാനാകും എന്ന വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് ഈ കരാർ ലോകത്തിന് നൽകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയെയും യൂറോപ്പിനെയും വരുതിക്ക് നിർത്താൻ താരിഫ് എന്ന വാളുമായി പുറപ്പെട്ട ട്രംപിന് ഇതിനേക്കാൾ വലിയൊരു പ്രഹരം ലഭിക്കാനില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ട്രംപ് തൻ്റെ സ്വതസിദ്ധമായ വിടുവായത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നിനോടും പ്രതികരിക്കാതെ നിശബ്ദമായി കരുക്കൾ നീക്കുകയായിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് വിൽക്കുന്ന വലിയ ബിസിനസ് ശൃംഖല അമേരിക്കയിൽ ശക്തമാണ്. ട്രംപിൻ്റെ താരിഫ് നടപടി ഈ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയെ പിണക്കരുത്, ട്രംപ് തൻ്റെ ഭ്രാന്തൻ നടപടികളിൽ നിന്ന് പിൻവാങ്ങണം എന്ന മുറവിളി അമേരിക്കയിലെ കോർപ്പറേറ്റ് ലോകത്തുയർന്നു കഴിഞ്ഞു. സത്യത്തിൽ ഈ കരാറിലൂടെ ലഭിക്കുന്ന കച്ചവടവും നേട്ടങ്ങളും മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന വളരെ ദൂരവ്യാപകമായ ഫലങ്ങളും ഇവിടെയുണ്ട്. ഭാവി ലോകം അമേരിക്ക എന്ന ലോക പോലീസുകാരനെ വകവയ്ക്കാൻ പോകുന്നില്ല. ഇനി ലോകത്തെ നയിക്കാൻ പോകുന്നത് ഇന്ത്യയാണ് എന്ന സന്ദേശമാണ് അതിലേറ്റവും പ്രധാനം. മറ്റൊരു എക്സ്പ്ലെയിനർ വീഡിയോയുമായി ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.